അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോകട്ടോ. ഞങ്ങളെ കാത്തൂൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനാണ്. അപ്പം ഞാനും അണ്ണും സുന്ദരിയായി പോകാൻ നിൽക്കുക. ഞാനല്ല, അന്ന് സുന്ദരിയായിട്ട് പോകാം. ഞങ്ങൾ അച്ഛൻ്റെ കൂടെയാണ് പോയത്. രാത്രിയായിരുന്നു ഫംഗ്ഷൻ. അപ്പോൾ ആ അച്ഛൻ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ കൂടെയാണ് പോയത്. ഇത് പാർട്ടി എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചേച്ചീൻ്റെ മോളെ പിറന്നാളാട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഏകദേശം ഞങ്ങളൊരു 6:45 ആയപ്പോൾ, രാത്രിയല്ലേ പാർട്ടി, അപ്പോൾ 6:45 ആയപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയ പാടെ തന്നെ ഞങ്ങൾ ചേച്ചിമാരെ കണ്ടു. ഇതിൻ്റെ കസിനാട്ടോ, ഒരു കസിനാണിത്. അവൾ അന്നുവിനെ വേഗം വാങ്ങിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ ഫ്രീ ആയി. പിന്നെ ഞങ്ങൾ അതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ. ഷീ ഈസ് വെരി ബിസി. അവൾ ഭയങ്കര ബിസി ആയിരുന്നു. അവൾ അങ്ങനെ പറന്ന് നടക്കുമായിരുന്നു. എല്ലാവരും അങ്ങനെ എടുത്തെടുത്ത് സെറ്റിംഗ് ആട്ടോ. കേക്കൊക്കെ 7 മണിയാകുമ്പോൾ കൃത്യം കേക്ക് മുറിക്കണം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. കാരണം പിറന്നാൾ ബേബി വേണമെങ്കിൽ ഉറങ്ങിപ്പോയാലോ, അങ്ങനത്തെ ഒരു ഇതിൽ 7 മണിയാകുമ്പോഴേക്കും കേക്കൊക്കെ മുറിച്ച് അങ്ങനത്തെ ചടങ്ങ് കഴിക്കണം എന്നതിലായിരുന്നു. അപ്പോൾ അത് അവിടെ കേക്കിൻ്റെ സെറ്റിങ്ങിലാണ്. അത് റോസ് പിങ്ക് ആയിരുന്നു കേട്ടോ അവിടെ ഡ്രസ് കോഡ്. അച്ഛനും അമ്മയും മക്കളൊക്കെ പിങ്ക് ഡ്രസ്സിലായിരുന്നു. അന്നു അല്ല, നമ്മളെ കാത്തു നല്ല ക്യൂട്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടൊരു ഫ്ലഫി പോലത്തെ ഒരു ഉടുപ്പൊക്കെ ഇട്ടിട്ട് സൂപ്പറായിരുന്നു കാണാൻ. അവിടുത്തെ സ്റ്റേജ് ഡെക്കറേഷൻ്റെ കാര്യം എടുത്ത് പറയേണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. അവിടെ ബാക്ക്ഗ്രൗണ്ട് ആവട്ടെ ഒക്കെ നല്ല ഭംഗി, നല്ല റോസൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലുണ്ട് കാണാൻ. നമുക്ക് കാണുമ്പോൾ ഒരു അട്രാക്റ്റഡായിട്ട് കുറേ ഫോട്ടോകളൊക്കെ എടുക്കാൻ തോന്നുന്ന ഒരു ഇതിലായിരുന്നു. സൂപ്പറായിരുന്നു. നോട്ട് ഓൺലി സ്റ്റേജ് മാത്രമല്ല, നമ്മൾ ആ ഒരു ഫുൾ ഏരിയ നന്നായിട്ട് ലൈറ്റ്സും ഒക്കെ ഇട്ട് നല്ല സൂപ്പറായിരുന്നു. നല്ലൊരു വൈബ് ഉള്ളതാണ് തന്നെ കേട്ടോ. അങ്ങനെ ഇപ്പോൾ കേക്ക് മുറിച്ചിരിക്കുന്നു. വാവ്! നമ്മൾ ആദ്യം 3 കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. 3 കേക്കിൽ ഫസ്റ്റ് തന്നെ ഓരോന്നോരോന്ന് മുറിച്ചു. അവൾക്ക് കാത്തൂന് കേക്ക് കഴിക്കാൻ വേണ്ട, കട്ട് ചെയ്യണോ, അതിൻ്റെ ഒരു വാശിയിലായിരുന്നു. കണ്ടോ, കത്തിയൊന്നും തരുന്നില്ല ആർക്കും, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ അവർ ഫാമിലി കുറച്ച് ഫോട്ടോസൊക്കെ കൊടുത്തു. പിന്നെ നമ്മുടെ കാത്തു ഡ്രസ്സ് മാറിയിട്ട് 3ാമത്തെ കേക്കും കട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പോഴും ഒരു പിങ്ക് ഡ്രസ്സ് തന്നെയാണ്. ഇത് അവിടുത്തെ ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ. നമ്മുടെ കാത്തു മോളുടെ എല്ലാ ഫോട്ടോസും അങ്ങനെ സെറ്റപ്പാക്കി വെച്ചിട്ടുള്ളൊരു റൗണ്ട് നല്ല ഭംഗിയുണ്ടാകുന്നത്. ഞാനൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അന്നുമോളെ പിറന്നാളല്ല വരുന്നത്, അപ്പോൾ ഒക്കെ കോപ്പിടിക്കണം. ഞാൻ വീഡിയോയിൽ എന്നെ കാണട്ടെ വെച്ചിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞെടുപ്പിച്ചു കേട്ടോ. എൻ്റെ മുടി നോക്കണ്ട, ഞാൻ ഇങ്ങനെ കുറച്ച് തന്നെ വഷളായപ്പോൾ ഞാൻ മുടിയൊക്കെ നല്ല വൃത്തി കെട്ടി വെച്ചതാണ് ഗൈസ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ പോകാനുള്ള കുറച്ചധികം സമയമായി. ഞാനൊന്ന് ഫീഡൊക്കെ ചെയ്തു. അതിൻ്റെ ഉറക്കം ഉണ്ടോയെന്ന് സംശയമുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് അധികം കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ചുകൂടി സംസാരിച്ചു. ഇത് 2 കസിൻസ് ആട്ടോ, വെരി നോട്ടി കസിൻസ്. പിന്നെ അവിടെ എല്ലാവരും കാത്തുമോൾ ഇറങ്ങണു. അന്നുമോൾ നമ്മുടെ കണ്ണിനെ ഉറക്കാൻ നോക്കുന്നു, പക്ഷെ അവൾ ഉറങ്ങുന്നില്ല. ഇതാട്ടോ സ്റ്റേജിൻ്റെ ഫുൾ സെറ്റപ്പ് ഞാൻ കാണിക്കാവേ. റൗണ്ട്, പിന്നെ ഇങ്ങനെയാണ് സ്റ്റേജിന്. പിന്നെ അവിടെയുള്ള എല്ലാത്തിലും നമ്മുടെ കാത്തുമോളെ ഫോട്ടോ അവിടെ ഫുൾ നിറഞ്ഞിരിക്കുന്നു. എല്ലാ ചുമരുമലാവട്ടെ, എങ്ങനത്തെ പറയുക, എല്ലായിടത്തും കാത്തുമോളുടെ എല്ലാ ക്യൂട്ട് ഫോട്ടോസും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ പോകാൻ വേണ്ടി ബാഗൊക്കെ എടുത്തു. അന്നുമോൾ കണ്ടില്ലേ, ഫോട്ടോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേജ് ഒഴിഞ്ഞു. നമുക്ക് കുറച്ച് ഫോട്ടോ എടുക്കാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കാത്തോനും കിട്ടി ഫോട്ടോ എടുക്കാൻ. ഫോട്ടോസ് ഞാൻ പിന്നെ ഇടയൻ്റെ കുട്ടിപ്പെട്ടാളാണ്. അങ്ങനെ നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്, യാത്രയിലാണ്. നമ്മൾ എല്ലാവരെയും ഡ്രോപ്പ് ചെയ്തു. നമ്മൾ ലാസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വന്ന് ജസ്റ്റ് മെയിൽ കഴുകി അന്നുവിനെ മെയിലേക്ക് കൊടുത്തു. അപ്പോൾ ഞങ്ങളിനി ഉറങ്ങാൻ പോകാൻ നിൽക്കുകയാണ്. പക്ഷെ ഉറങ്ങണത് കാര്യം അന്നു ഉറങ്ങിയിട്ടില്ല. അന്നു കളിക്കുകയാണ് നമ്മുടെ കൂടെ. ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് എടുത്തിയത്. വലിയേട്ടനെ എന്നെ അവിടേക്ക് അങ്ങോട്ട് വിവേകേട്ടൻ്റെ വീട്ടിലേക്ക് ആക്കിത്തരാൻ കഴിഞ്ഞില്ല. കാരണം കുറച്ച് ലേറ്റ് ആയതെന്ന് കണ്ട് തന്നെ. പിന്നെ വല്യേട്ടൻ്റെ കൂടെ ഞങ്ങൾ കസിൻസൊക്കെ വല്യേട്ടൻ്റെ കൂടെയാണ്. അപ്പോൾ എന്നെ ഇങ്ങോട്ടാക്കുന്ന റിസ്ക് അല്ലേ. അപ്പോൾ ഏതായാലും ഞങ്ങൾ നാളെ വൈകിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ അതായിരിക്കും ബൈ.